വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മെ പ്രചോദനം നൽകുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ഒരു സന്ദേശം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദൈവവിശ്വസ്തനായതുകൊണ്ട്, എന്നാൽ സാധാരണ ഒരു വ്യക്തിക്ക് പോലും മനസ്സിലാകുന്ന ലെവലിൽ ഇത് വിശദീകരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്കൊക്കെ ദൈവജ്ഞാനം തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്താഗതികളും ഒക്കെ പരാജയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. ഞാനീടെ ഒരു പാട്ട് അതിനകത്ത് എഴുതിയ വരികൾ ഇങ്ങനെയാണ്: ശത്രു പറയും എല്ലാം തീർന്നു, വൈദ്യൻ പറയും എല്ലാം ചെയ്തെന്ന്. നമുക്കറിയാം, അനവധി പേരെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് കുറച്ച് പേർ പുറത്തു വരുന്നു, ചിലർ പുറത്ത് വരുന്നില്ല. ചില കേസുകളാണ് അവർ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. നിരീശ്വരവാദിയായ ഡോക്ടറാണെന്ന് പോലും പറയും നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയും. ഇവിടെ ഒരു പരിമിതി എല്ലാ കാര്യത്തിനും ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു ഫേവർ നിങ്ങൾക്കുണ്ടെങ്കിൽ, എന്നെ ചിന്തിപ്പിച്ചൊരു വചനം ഇങ്ങനെയാണ്. യശയ്യാവിൻ്റെ പുസ്തകം, അതിൻ്റെ യശയ്യാപ്രവാചകൻ്റെ പുസ്തകം, അതിൻ്റെ 55-ലെ 10-ാമത്തെ ഒരു വാക്യം, അത് 7-ാമത്തെ ഒരു വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. എന്നിട്ട് അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നതാണെന്നറിയോ? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വിചാരങ്ങളും എൻ്റെ വഴികളും നിങ്ങളിൽ നിന്നും വളരെ കയ്യിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ പരിമിതമാകുന്ന കൊച്ചു ബുദ്ധിക്കകത്ത് നമ്മൾ പരിമിതിപ്പെടുത്തി വെച്ചിരിക്കുന്ന അറിവിനപ്പുറത്താണ് ദൈവമെന്ന് നമ്മളത് മനസ്സിലാക്കാൻ കഴിഞ്ഞാലോ. ഞാൻ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ട്, കടലിൽ നമ്മളിവിടെ നോക്കാമെങ്കിൽ കടലിലൊരു വര പോലെ കാണാമല്ലേ, കുറച്ചുകൂടെ നമ്മൾ എല്ലാവരും അത് കാണാം. അതല്ല എൻ്റെ അതിര്. നമ്മുടെ ബുദ്ധിക്കകത്ത് നമുക്ക് മനസ്സിലാകുന്ന ചിന്തയ്ക്കകത്ത് നമ്മൾ ദൈവത്തെ പരിമിതിപ്പെടുത്തി നിർത്തിക്കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളെന്ന് നമ്മൾ പറയുകയാണ്. അതിനൊക്കെ മീതെയാണ്. ഭൂമിയിലെ പൊടിയെ നാഴിയിൽ ഞാൻ കൊള്ളിക്കും, പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുമെന്നൊക്കെ പറയുന്ന ഒരു ദൈവം എന്ന് പറയുമ്പോൾ എന്തോ എൻ്റെ കാഴ്ചപ്പാട് എവിടെയാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്കിന്ന് പറയാനുള്ളത്, നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾക്കകത്ത് നിങ്ങൾ പറയും എനിക്കിനി ഒരു വഴി കാണുന്നില്ല. ഒരു ദിവസം ഞാൻ വായിക്കുമ്പം ചെങ്കടലിൻ്റെ മുമ്പിൽ വലിയൊരു ജനത്തെ, ലക്ഷങ്ങളെ കൊണ്ടുവന്നിട്ട് ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നു കൊടുക്കുകയാണ്. ചരിത്ര സംഭവം. ഈ അടുത്തിടയിലും പറവോൻ്റെ രഥചക്രങ്ങളൊക്കെ ചെങ്കടലിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞൊരു ഗവേഷണം, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടു. അപ്പം അത് ചരിത്ര സംഭവമാണ്. അവരുടെ മുമ്പിൽ ഉണങ്ങിയ നിലം പോലെ ദൈവം വറ്റിച്ചു എന്നാണ് പറഞ്ഞത്. അവർ ചിന്തിച്ച് ഇനിയും വഴിയില്ല. അവർ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് ഇനി ശവക്കുഴിയില്ലാഞ്ഞാണ് ഞങ്ങളെ കൊണ്ടത്. ചില ഘട്ടങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ബുദ്ധിക്ക് ഈ ലോൺ എങ്ങനെ തീർക്കും, എങ്ങനെ ഒരു വഴി. ഞാനിപ്പോഴും ഓർക്കുന്ന, ഒരിക്കൽ അദ്ദേഹം ഭൂമിയിലില്ല, ഞാൻ എൻ്റെ സഭയിൽ അച്ഛൻ, ഇതിന് കടം, അദ്ദേഹം നല്ലൊരു കോൺട്രാക്ടറായിരുന്നു. കടത്തിൽ അദ്ദേഹം മുങ്ങിപ്പോയി. പല തരത്തിലുള്ള ബലഹീനതകൾ, അതിന് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് പല പ്രയാസം. പക്ഷേ ഏതാണ്ടൊരു നല്ല എമൗണ്ടാണ്, ഒരു 10-30 ലക്ഷം രൂപയ്ക്കകത്ത് നിൽക്കുന്നൊരു വിഷയം അദ്ദേഹത്തെ സംബന്ധിച്ച് പരിമിതമാണ്. ബലഹീനനായതുകൊണ്ട് കുടുംബങ്ങളിൽ നിന്നും ആർക്കും ഒന്നും പ്രതീക്ഷിക്കാനൊക്കത്തില്ല. എപ്പോഴും നമുക്കറിയാമല്ലോ, ബാധ്യതകളൊക്കെ വരുമ്പോഴെല്ലാവരും ആ കട ഭാരപ്പെടുന്ന, അല്ലെ ആര് നിമിത്തമാണതുണ്ടായ അവരെ പഴിചാരുന്നു. രക്ഷപ്പെടാൻ പഴുതില്ല. ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും, പ്രശ്നമുള്ള വ്യക്തി കൈവക്കാൻ പറയും. ഈ വയ്യാത്ത കൈവക്കാൻ ഉയർത്താനൊക്കാത്ത അച്ഛൻ കൈ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കും. ഞാനും ചിന്തിക്കും, ദൈവമേ നീ അല്ലാതൊരു വഴി തുറന്നു കൊടുക്കാൻ ആരുമില്ല. പക്ഷെ ഒരു ദിവസം ദൈവം ചില വ്യക്തികളിലൂടെ ഒരു എങ്ങാണ്ട് 30 രൂപ മേളിലടയ്ക്കേണ്ടത് എങ്ങാണ്ട് 25-ന് താഴെ ആ ഒരു എമൗണ്ടിൽ എന്തോ പെട്ടെന്ന് അടച്ചു കൊടുക്കുന്ന ആ ഒരു വഴി ദൈവം, മനുഷ്യമായിട്ട് ഒരു വഴിയില്ല. പക്ഷെ ദൈവം അത് ചെയ്തു. അതിൻ്റെ സാക്ഷ്യങ്ങൾ ഇന്ന് ഞാനിവിടുന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെല്ലാം സാക്ഷികൾ ആ സംഭവത്തിൽ. അത്ര വലിയ ദൈവപ്രവൃത്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് മീതെയാണ്. നമ്മളത് വിശ്വസിക്കണം. നമ്മൾ പറയുകയാണ്, ഓ ഇതാര് വീട്ടാണ് എൻ്റെ കട, അല്ലെങ്കിൽ ഈ രോഗം എങ്ങനെയാണ് സൗഖ്യമാണ്, അല്ലെങ്കിൽ എനിക്കൊരു ഭവനം ഇനിയും പറ്റുമോ, എനിക്ക് ഇത്രയും പ്രായമായല്ലോ. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ കണ്ടു, എനിക്ക് 100 വയസ്സുള്ളൊരു, ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അച്ഛൻ കാർ ഓടിക്കുകയാണ്. 50 വർഷത്തിന് ശേഷം വീണ്ടും റിന്യൂ ചെയ്തു. മോൻ പറയുകയാണ്, SBIയിൽ കണ്ട് ജോലി ചെയ്തിരുന്ന പിതാവാണ്, ഇപ്പം റിട്ടയർഡായി. അദ്ദേഹം പള്ളിയിൽ പോകുന്നു, സ്വകാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, അന്ന് പ്രീമിയർ പത്മിനിന്ന് പഴയ ഒരു ഫിയറ്റ് കാറുണ്ട്, അന്ന് 5 വർഷം കാത്തിരുന്ന് ബുക്ക് ചെയ്ത വണ്ടി.
ആച്ചാന് 100 വയസ്സിൽ അച്ഛന്മാർക്ക് വലിയ സന്തോഷം. ആച്ചാൻ സ്വന്തം കാര്യങ്ങൾ ആരോഗ്യത്തോട്. എന്താ കാരണം? ആ അദ്ദേഹത്തിൻ്റെ മനസ്സാണ്, അദ്ദേഹത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ എനിക്കത് കേൾക്കാനൊത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ സാഹചര്യങ്ങളിൽ പറയുകയാണ്, എന്നെ ദൈവം വിളിച്ചെങ്കിൽ എനിക്ക് അനുഗ്രഹകരമായി ജീവിക്കാൻ കഴിയും, ദൈവകൃപ എനിക്ക് അനുഭവിക്കാൻ കഴിയും, ശത്രുവിനെ തൊടാനൊക്കത്തില്ല. ആ ഒരു 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 വിശ്വാസം നിങ്ങളിലേക്ക്, ഞാൻ പരിശുദ്ധം അതാണ് എൻ്റെ ഹൃദയത്തിലേക്ക് പറയുന്നത്. നിങ്ങളേത് അവസ്ഥയിലാണെങ്കിലും, കാരണം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പറയുന്ന തലത്തിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളും ചിന്തകളും വ്യത്യസ്തമാണെങ്കിൽ നമ്മുടെ ആ കൊച്ചു മനസ്സിനെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് രൂപപ്പെടുത്തിക്കോട്ടെ. ദൈവമേ, എനിക്കത് കഴിയത്തില്ല, നിനക്ക് കഴിയും, നീ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഈ ഒരു വിശ്വാസം ഹൃദയത്തിലേക്ക് വന്നാലോ? നിങ്ങൾക്കിനി അങ്ങനെ ഒരു വിശ്വാസമില്ല, നിങ്ങൾ സ്വയമായിട്ട് തന്നെ നിങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്, സ്വയത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്ന, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാം, നിർബന്ധമില്ല കാണണം. പക്ഷേ എന്നെ ഒരു ശക്തിയാണ് നടത്തുന്ന, ഒരു അമാനുഷ്യമായ ദൈവത്തിൻ്റെ കരമാണ് ഈ ഭൂമി. ഞാൻ ശ്വസിക്കുന്ന ശ്വാസം എൻ്റേതല്ല, ആ ശ്വാസം തന്നൊരു ദൈവമുണ്ട്. അത് എടുക്കാനോ പുറത്തേക്ക് വിടാനും എടുക്കാനും ദൈവത്തിൻ്റെ കൃപയിലേ പറ്റത്തില്ല. കാരണം ഈ അടുത്തിടയിൽ നമ്മുടെ സിനിമാടൻ, തമിഴ് നടൻ രജനീകാന്ത് പറഞ്ഞ എങ്ങനെയാണ്, സൃഷ്ടിതാവില്ലെങ്കിൽ സൃഷ്ടികളില്ല. ആമേൻ. സൃഷ്ടികൾ, ഏത് സൃഷ്ടിയുടെ പിൻപിൽ സൃഷ്ടിതാവുണ്ട്. ഇത് പ്രപഞ്ചത്തിൻ്റെ പിൻപിൽ അതൊന്നുമില്ല, ചുമ്മാതെ വെളിപ്പെട്ടാന്ന് പറയാൻ പോകും. അങ്ങനെയാണ് ആ ദൈവം വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ നടത്തും, പരിപാലിക്കും, പോറ്റും. ബദസിൽ വാക്കുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവാണ്, ഞാൻ സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ വീണ്ടും വന്ന് ചേർത്തുകൊള്ളു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ. ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുക. ഞങ്ങളാരും കർത്താവിൻ്റെ കല്ലറയിൽ പോയി കണ്ട് അല്ലെങ്കിൽ സ്വപ്നത്തിൽ വെളിപ്പെട്ട് അങ്ങനെ ഇറങ്ങിയതല്ല. ആത്മാവുദാനം, ആത്മാവോട് സാക്ഷ്യം പറഞ്ഞു. എൻ്റെ ആത്മാവിനകത്ത് പരിശുദ്ധാത്മാവ് തന്ന ബലധൈര്യമാണ്. നാളെ ലോകം മുഴുവൻ അങ്ങനെ ഒരാളില്ല, യേശുവില്ല, അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞ് എനിക്കത് വിശ്വസിക്കേണ്ട കാര്യമില്ല. തിരുവഴുത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, എഴുതിയ വചനത്തിൽ. അതാണ് തോമസ്, ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇവരെല്ലാം കൂടെ കൂടിയ മുറിയിൽ തോമസ് വീണ്ടും തോമസിനോട് പറയുമ്പോൾ തോമസ് പറഞ്ഞു, വിലാവിൽ തൊട്ടാ മുറിവിൽ തൊടാതെ ഞാൻ വിശ്വസിക്കത്തില്ല. വീണ്ടും ആ തോമസിനോടൊപ്പം കർത്താവ് വെളിപ്പെടുക, തോമസേ, അവിശ്വാസി അത് വിശ്വാസിയാ, നീ കണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചു. അതുകൊണ്ട് എനിക്ക് ഇന്നത് പറയാനുള്ളത്, നിങ്ങളിന്ന് കടന്നു പോകുന്ന ഏത് വിഷയങ്ങളാണെങ്കിലും നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. അല്ലെ ആ ബ്രദറിങ്ങനെ, അല്ലെ ആ പാസ്റ്ററിങ്ങനെ, അല്ലെ ദൈവമനുഷ്യനെ പറഞ്ഞ് ഞാനത് വിശ്വസിക്കുന്നു, അല്ലെ നിങ്ങൾക്ക് സംശയമാണ് കർത്താവ് ഇത് വിശ്വസിക്കാൻ, അത് തെളിയിക്കാൻ, അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈയിടെ ഒരു ബുക്ക് ഞാൻ വായിച്ചിങ്ങനെയാണ്, ഒരു വലിയ ഫിലോസഫേഴ്സ് പിന്നെ വേറെ ബുദ്ധിജീവികളുടെ എല്ലാം നടുവിൽ D.L. മൂഡി എന്ന് പറയുന്ന ദേവദാസൻ സുവിശേഷം ഷെയർ ചെയ്യാനുണ്ട്. ചെന്ന സമയത്ത് അവിടെ എല്ലാം തർക്കങ്ങളാണ്, ഭയങ്കരമായ സയൻസ് ലോകപ്രകാരമുള്ള കാര്യം. അവിടെ ഇദ്ദേഹത്തിന് അവിടെ ചെന്നിട്ട് നോക്കി, ഇപ്പം ഒരു ഭവനത്തിൽ എനിക്ക് അപ്പനില്ല, എനിക്ക് അമ്മയില്ല, ഞാൻ തന്നെയാ, എൻ്റെ ബലത്തിലാണ് ഞാൻ വളർന്നു വന്നതെന്ന് കുഞ്ഞ് പറയുമ്പോൾ മാതാപിതാക്കളുടെ ഹൃദയം ദുഃഖമാകണം. അതിനെ വളർത്തിയ ഘട്ടങ്ങളൊക്കെ അതുങ്ങൾ ഓർക്കും. ഈ ദേവദാസൻ അവിടെ നിന്നുണ്ട്, പരിശുദ്ധാത്മാവിൽ ആ ജനത്തിന് വേണ്ടി അദ്ദേഹം വിങ്ങിയ കരയാൻ തുടങ്ങുന്നത്. ഇപ്പം കഴിഞ്ഞപ്പോൾ ആ സദസ്സ് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പിടിക്കപ്പെട്ടു. ഇതിനെ എതിർക്കുമ്പോഴും ഇതിനെ തള്ളിപ്പറയുമ്പോഴും ഒക്കെ വീണ്ടും പീഡനങ്ങൾ വരുമ്പോഴും ഈ സത്യസുവിശേഷം ലോകത്തോട് പറയുന്നതിൻ്റെ കാര്യം ഗവൺമെൻറ് അറിവ് കൊടുക്കുന്ന പോലെ, ഗവൺമെൻറ് കൊടുക്കുന്ന അറിവെന്തോ ഓട് വരുന്നു, അതിനുവേണ്ട ക്രമീകരണം നമുക്കറിയാം, പ്ലേഗ് വരുന്നു, അല്ലെങ്കിൽ ഇന്ന പകർച്ചപ്പനി വരുമ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ സയൻസ് നമുക്ക് അറിവ് തരുന്ന പോലെ പറയുക. നിങ്ങളുടെ ഏറ്റവും വലുതൊരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ഏറ്റവും വലുത് ആത്മാവാണ്. ആത്മാവിൻ്റെ ലക്ഷ്യമാണ്. ഇവിടെ തീരുന്നില്ല, നിത്യജീവൻ. അതാണ് പാപം നിത്യമരണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നീതി നിത്യജീവനിലേക്ക്. അതാണ് യേശു ഓഫർ ചെയ്യുന്നത്. പാപത്തിന് ഒരു ശിക്ഷയുണ്ട്, ആ ശിക്ഷ യേശു കാൽവറി കുരിശിൽ വഹിച്ചു. ആ പാപത്തിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടതാണ്. സകല മാനവജാതികളും, ആദ്യ പിതാവായ ആദമിൻ്റെ പാപത്തിന് സകല മാനവജാതികൾ അനുഭവിക്കേണ്ട പാപം അവൻ ഏറ്റെടുത്ത്. അതാണ് പാപമറിയാത്തവനെ നാം അവനുള്ള ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനെ പാപമാക്കി ജഡത്തിൻ്റെ ബലിയുടെ നിമിത്തം കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ ജഡത്തിൻ്റെ സാധിച്ചിട്ട് അയച്ചു, ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ പേ ചെയ്തല്ല. എന്നെ കേൾക്കുന്ന ദൈവവേദനെ പ്രിയരെ, ക്രൂശില വില കൊടുത്തു കഴിഞ്ഞു. ജസ്റ്റ് ബിലീവ് ആൻഡ് റിസീവ്. അതുകൊണ്ട് ഏത് ദൃശ്യമാണെന്നാൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. അതിനകത്തേക്കൊരു മറുപടിയുണ്ട്, അതിനകത്ത് ദൈവപ്രവൃത്തിയുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ മതി. മല പോലുള്ള വിഷയങ്ങളാണെങ്കിലും
ആർക്കും അഴിക്കാൻ കഴിയാത്ത കുരുക്കന്നെ ദൈവാത്മാവ് കാണിക്കുന്നു. ആ കുരുക്ക് ദൈവത്തിന് അഴിക്കാൻ കഴിയും. അവന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങളായിരിക്കുന്നുണ്ട് ഒറ്റ കാര്യം, ദൈവം എനിക്കതൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ എന്നെ വിശ്വാസത്തിൻ്റെ ഒരു ആത്മാവിലേക്ക് തരണേ, വിശ്വസിക്കാൻ എൻ്റെ ഹൃദയം എനിക്ക് തരണേ. നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളതിൽ നിന്ന് പുറത്തു വരണം. മനസ്സിൽ നിങ്ങൾ വിടുതൽ നടന്നറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് അതിൽ വിടുതൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഭാരപ്പെടുന്ന വിഷയം ലോകം അസാധ്യമെന്ന് പറഞ്ഞ്, ഡോക്ടർ അസാധ്യം എന്ന് പറഞ്ഞത്, സാഹചര്യങ്ങൾ അസാധ്യമെന്ന് പറഞ്ഞത്, അയ്യോ എനിക്ക് ഇത്രയും പ്രായമായി പിന്നെ എനിക്കൊന്നും പറ്റുകയെന്ന് പറഞ്ഞത്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നന്ദി. ദൈവം ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.